ഹായ് ഹലോ എൻ്റെ കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാനാട്ടോ. ആരും എന്നെ പൊങ്കാലി ഇടുമൊന്നും വേണ്ട. ഞാനത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വന്ന് എന്നെ എല്ലാവരോടും കൂടി പൊങ്കാലി ഇടുന്ന എനിക്കറിയാം. ഈ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാലിൻ്റെ ഈ അടിയിൽ ഇങ്ങനെ വിണ്ട് കീറുമല്ലോ. അപ്പോൾ വിണ്ട് കീറുമ്പം നമ്മൾ അലക്കലോ കല്ലിലൊക്കെ ഇട്ട് ഉരയ്ക്കുമായിരുന്നല്ലോ. ഉരച്ച് ആ വിണ്ടിയിൽ അങ്ങ് മാറും. എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഡെയിലി ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ മാറുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ബാംഗ്ലൂർ വന്നു, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കല്ലും ഇല്ല, അലക്കലും ഇല്ല. അപ്പോൾ നമുക്ക് ഉരയ്ക്കാൻ ഒരു ഭയങ്കര പാടാട്ടോ. ഇവിടെ ഇല്ല സാധനം. പിന്നെ ഉരയ്ക്കുന്ന ഒത്തിരി സാധനങ്ങൾ കാണും, പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ടല്ലേ ട്രൈ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയായിട്ട് ഭയങ്കരമായിട്ട് അതായത് എല്ലാവരുടെയും എന്താ പറയുന്നത്, കാലിന് വിണ്ട് കയറി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നല്ല ചെരുപ്പൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ആരെങ്കിലും കാലം നോക്കി കഴിയുമ്പോൾ കാലിരിക്കുന്ന കണ്ടത് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കാല് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുക. അപ്പോൾ ചേട്ടാ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ ആണെങ്കിൽ 5 മണി ഇങ്ങനെ സംസാരിച്ചിട്ട് 5 ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാല് ഭയങ്കര വിണ്ട് കയറിയിട്ട് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്നോട് പറഞ്ഞു, ഇത് ചേട്ടാ ഫുഡ് കെയർ എന്ന് പറഞ്ഞിട്ട് അവൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. ഈ സാധനം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാ. 2 ദിവസം തേച്ചിട്ടുള്ളൂ, 75 രൂപയുള്ളൂ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞു പക്കയാണോ എന്ന് വെച്ചു. നീ ട്രൈ ചെയ്ത് നോക്കുക. അവൾക്ക് ഇതുപോലായിരുന്നു, അവൾ ഇവിടെ ബാംഗ്ലൂരുണ്ട്, ഇതുപോലായിരുന്നു, അവളുടെ മൊത്തവും മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നേരം പ്രൊമോഷൻ അല്ല, ഇത് എവിടുന്നാ ചേട്ടായി ഈ സാധനം വാങ്ങിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. അവൾ എനിക്ക് ഫോട്ടോ ആദ്യമേ കേൾക്കണേ, അവൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞാനത് ചേട്ടായി കൊടുത്തു. ചേട്ടായി ഡ്യൂട്ടിയിലായിരുന്നു. എവിടുന്നോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്ന ഇത് ഏത് കമ്പനിയുടെ ആണെന്നോ ഒന്നുമേ എനിക്കറിയില്ല. ഫുഡ് കെയർ എന്നും പറഞ്ഞാണ്, ക്രീമാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്താണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് ചേട്ടായി കൊണ്ടുവന്നത്. വൈകിട്ട് ഞാനൊന്ന് തേച്ചു. പിന്നെ വൈകിട്ട് ഇന്നലെ തേച്ചു. പിന്നെ അത് കഴിഞ്ഞ് 4 മണിയൊക്കെ തേച്ചു. പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ തേച്ചു. ഇന്ന് പകലൊന്ന് തേച്ചു. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല, നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 ദിവസം ഇന്നലെ ഇന്നും നല്ല റിസൾട്ട് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ഓർത്തു. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം, എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതാട്ടോ ക്രീം, ഫുഡ് കെയർ എന്നും പറഞ്ഞ ക്രീമാണ്. ഇതൊരു എന്താ പറയുന്നത്, ഈ കളറിൽ തന്നെയാണ്. എനിക്ക് കളറ് പറയാൻ എനിക്കറിയില്ല കേട്ടോ. ഈ കളറിൽ തന്നെയാണ്, നല്ല മണമാണ്. ഈ കളറിൽ തന്നെ ക്രീമാണ്. അപ്പോൾ ഞാനിത് കാണിക്കാം നിങ്ങളെ. കാരണം ഞാനിത് തേക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ എൻ്റെ കാലം അത്രയും വൃത്തികെട്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയ വന്നിട്ട് കാലിരിക്കുന്നതുകൊണ്ട് വിണ്ടി കയറിയിരിക്കുന്നതുകൊണ്ട് പൊങ്കാലി എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ. ഇതിപ്പോൾ ഞാൻ കാണിക്കാവേ. വീഡിയോ എടുക്കുന്ന ആരെങ്കിലും സ്വന്തമായിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഇതാണ് എൻ്റെ കാല്. അപ്പം ഇവിടെയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അത് തേച്ചിങ്ങനെ മാറിയതാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ നല്ല മണം ഇങ്ങനെ തേച്ചിട്ട് 2 കാലിലും ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് എന്ത് വേണേലും പണിയോ എന്ത് വേണേലും ചെയ്യാം. ഒരു കുഴപ്പമില്ല. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. 75 രൂപ കേട്ടോ. 75 രൂപയാണ്. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇപ്പം കാല് വിണ്ടുകീറൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോൻ്റെയും കാല് വിണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന്. അപ്പം ആർക്ക് വേണേലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ഫോട്ടോ കൂടി ഞാൻ ഇടാം. ഫുഡ് കെയർ എന്നാണ്. അപ്പം ഇതെവിടെയെങ്കിലും ചെന്ന് ഫുഡല്ല ഫുഡ് കേട്ടോ, FOOT ഫുഡ് കെയർ കേട്ടോ. അപ്പം എവിടെ വേണേലും ഫുഡല്ല കേട്ടോ, ഫുഡ് കെയർ. അപ്പം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഇതാണ് സംഭവം. നല്ല പ്രോഡക്റ്റാണ്, വാങ്ങിച്ച് നോക്കുക. പ്രൊമോഷൻ വീഡിയോ അല്ല, ആദ്യമേ പറയും. കട എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമായിരിക്കും. ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്നാണ് പറഞ്ഞത് കേട്ടോ.